എവ്രിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ കുറേ നാൾ കൂടിയിട്ടാണെന്ന് തോന്നുന്നു ഞാനിങ്ങനെ ഇരുന്ന് ഒരു വീഡിയോ ചെയ്യുന്നത്. മുന്നത്തെ വീഡിയോസ് എല്ലാം പുറത്തുനിന്നായിരുന്നല്ലോ. ഐ തിങ്ക് വർക്കല, മുന്നത്തെ വീഡിയോസൊക്കെ പുറത്തുനിന്നായിരുന്നു. അപ്പോൾ ഐ തോട്ട് എന്തെങ്കിലും ഇരുന്ന് ചെയ്യാം എന്ന് ഞാൻ വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നൈക്കേൻ്റെ സെയിൽ വരുന്നത്. അപ്പോൾ ഇത് ഒരു നൈക്ക ഹോൾ വീഡിയോ പോലെ അങ്ങനെ പറയാം. ഞാൻ ഹോൾ വീഡിയോസ് ഒന്നും മുന്നേ ചെയ്തിട്ടില്ല, പക്ഷേ ഞാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങിയോണ്ട് ഞാൻ വെച്ചത് ഇങ്ങനെ വീഡിയോ പോലെ ചെയ്യാമെന്ന് വിചാരിച്ചു. സോ ദാറ്റ് ഈസ് വാട്ട് ദിസ് ഹോൾ വീഡിയോ ഈസ് അബൌട്ട്. ബിഫോർ ദാറ്റ്, ഇന്ന് ഞാൻ വീഡിയോ എടുക്കുന്നത് February 14th ആണ്. ആൻഡ് ഐ ഹാവ് ദിസ് വിത്ത് മീ. എനിക്ക് ഹരി ഇന്ന് രാവിലെ ഗിഫ്റ്റ് ചെയ്തതാണ് ലിലീസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫ്ലവേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ എനിക്കൊരുമാതിരി എന്താ പറയുക, ഒബ്സഷൻ പോലെ, ആ ഒരു ഭയങ്കര ക്രേസ് പോലെയാണ് എനിക്ക്. അപ്പോൾ എനിക്ക് ബർത്ത്ഡേ അല്ല, എനിക്ക് ആനിവേഴ്സറിക്ക് ഇതിൻ്റെ പിങ്ക് ലില്ലീസ് ആയിരുന്നു ഹരി വാങ്ങി തന്നെ. ദാറ്റ് വാസ് ദ ഫസ്റ്റ് ടൈം ഐ ഗോട്ട് എ ലില്ലി ബുക്ക്, ഐ ഗെസ്. അപ്പോൾ എപ്പോൾ ഫ്ലവേഴ്സ് വാങ്ങും കേട്ടോ, എന്ന് വെച്ചാൽ എല്ലാ ദിവസവും വാങ്ങുന്നതല്ല, നോർമൽ ഇങ്ങനെ ബൊക്കയിലൊന്നും അല്ല, പക്ഷെ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഫ്ലവേഴ്സ് ഉണ്ടാവും. അപ്പോൾ ടുഡേ മോർണിംഗ് ഐ ഗോട്ട് ദിസ്. ഇവിടെ ഒരു നോട്ടൊക്കെ വെച്ചിട്ടുണ്ട്, ഫോർ യു 1000 times ഓവർ. എല്ലാ എന്താ പറയുന്നത്, ബൊക്കീസിൽ ഇങ്ങനെ നോട്ടൊക്കെ ഉണ്ടാവും. ഇത് കൈറ്റ് റണ്ണറിലെ സെൻറ്റൻസ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ താങ്ക് യു സോ മച്ച് ഹരി. പിന്നെ കമ്മിങ് ബാക്ക് ടു മൈ വീഡിയോ, ആക്ച്വലി ഇതെല്ലാം ഞാൻ സെയിലിൽ വാങ്ങിയ പ്രോഡക്റ്റ്സ് അല്ല കേട്ടോ. ഈ ഇരിക്കുന്ന ഒരു കവറില്ലേ, ഒരു മിനിറ്റ്, ഈ ഒരു കവറില്ലേ, ഈ കവറിലെ സാധനങ്ങളൊന്നും ഞാൻ സെയിലിൽ വാങ്ങിയതല്ല. ബിക്കോസ് എനിക്ക് സെയിൽ വരുന്ന കാര്യം അറിയില്ലായിരുന്നു എന്ന് വെച്ചാൽ അറിയായിരുന്നു, പക്ഷെ ഞാനത് മറന്നുപോയി. അതെങ്ങനെ മറന്നുപോയെന്ന് പോലും എനിക്ക് ഓർമ്മയില്ല, അത്രയ്ക്ക് ഞാനത് മറന്നുപോയി. അപ്പോൾ ഐ എം നോട്ട് എ പേഴ്സൺ ഹു ഫ്രീക്വൻ്റ്ലി ബൈസ് തിങ്സ്, എന്താ പറയുക, ന്യൂ തിങ്സ്. അങ്ങനെ ഞാൻ വാങ്ങുന്നൊരു പേഴ്സൺ അല്ല. അതായത് സ്കിൻ കെയറും മേക്കപ്പും ഒന്നും, ഐ എം മോർ കൺസിസ്റ്റൻറ്റ് വിത്ത് ദ പ്രോഡക്ട്സ് ദാറ്റ് ഐ യൂസ്. ഇങ്ങനെ എപ്പോഴും പുതിയ പ്രോഡക്ട്സ് റുട്ടീനിൽ ഞാൻ അങ്ങനെ ആഡ് ചെയ്യാറില്ല. എപ്പോഴും കുറേ നാളത്തേക്ക്, അറ്റ്ലീസ്റ്റ് ഫോർ എ ഇയർ ഞാൻ സെയിം പ്രോഡക്റ്റ് ആയിരിക്കും യൂസ് ചെയ്യുക. അപ്പോൾ ലാസ്റ്റ് വീക്ക് പക്ഷെ ചില സമയത്ത് ഇങ്ങനെ ഒരു വേവ് പോലെ വരുമല്ലോ, കുറേ നാളായാലും എന്തെങ്കിലും പുതിയത് യൂസ് ചെയ്തിട്ട് അങ്ങനെ ഒരു സാധനം എനിക്ക് വരും. അപ്പോഴാണ് ഞാൻ ഈ പുതിയ സാധനങ്ങൾ വാങ്ങുന്നത്. ഓൾസോ എനിക്ക് മാക്സിമം സാധനങ്ങളും എനിക്ക് എന്താ പറയുക, ഓഫ്ലൈൻ വാങ്ങാനാണ് ഇഷ്ടം. ഓഫ്ലൈൻ എന്ന് വെച്ചാൽ എന്താണേലും, ഇപ്പോൾ അത് സ്കിൻ കെയർ ആണെങ്കിലും ഡ്രസ്സ് ആണെങ്കിലും ഈവൻ പച്ചക്കറി ആണെങ്കിലും പുറത്ത് പോയി വാങ്ങുന്നതാണ് എനിക്ക് ഏറ്റവും ഒരു സാറ്റിസ്ഫാക്ഷൻ. അപ്പോൾ ഇവിടെ ലുലുവിലും ഫോറമിലും ഒക്കെ ഇപ്പം നൈക്ക ഉണ്ടല്ലോ. അപ്പോൾ പിന്നെ നമുക്ക് എസ്പെഷ്യലി ന്യൂ പ്രോഡക്റ്റ്സ് ആകുമ്പോൾ എനിക്ക് അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ആകെ ഒരു അസ്വസ്ഥതയാണ്. അത് ന്യൂ ആകുമ്പോഴത്തേക്കും ഞാൻ ഓൺലൈൻ വാങ്ങിയ, എസ്പെഷ്യലി വെൻ ഇറ്റ് കംസ് ടു ലിപ്സ്റ്റിക് ഒക്കെ വർക്ക് ആവോ എന്നുള്ളൊരു സാധനം വരും. അപ്പം ഞാൻ വിചാരിച്ചിരുന്ന പിന്നെ കടയിൽ പോയി വാങ്ങാം എന്നുള്ളൊരു ഒരു മൈൻഡ് സെറ്റിൽ ഞാൻ ഹരിയെ കൊണ്ടുപോയി വാങ്ങിയ സാധനങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ഫസ്റ്റ് ആക്ച്വലി ലുലുവിൻ്റെ നൈക്കയിൽ വിൽവ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്, പക്ഷെ അവിടെ വിൽവേൻ്റെ തന്നെ സ്റ്റോർ ഉണ്ടല്ലോ. അപ്പം ഞാൻ ആദ്യം വിൽവേൻ്റെ സ്റ്റോറിൽ പോയാണ് വാങ്ങിയത്. ഇത് നൈക്കയിലും കിട്ടും കേട്ടോ. ദിസ് ഇസ് മിൽക്ക് ഡ്രോപ്സ് ബ്രൈറ്റനിങ് സീറം, വിൽവേൻ്റെ. ഫോക്കസ്, ഇതാണ് അത്. ഞാൻ കുറേ നാളിട്ടിട്ട് ഒരു റെഗുലർ സ്കിൻ കെയർ ആയിരുന്നു. റെഗുലർ എന്ന് വെച്ചാൽ ക്ലെൻസർ, ടോണർ, മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എനിക്കൊരു സീറം ആഡ് ചെയ്യണം എന്നുണ്ടായിരുന്നു. ആൻഡ് മിൽക്ക് ഈസ് സംതിങ് ദാറ്റ് റിയലി വർക്ക്സ് ഓൺ മൈ സ്കിൻ. ചിലർക്ക് ചിലത് വർക്ക് ആവുമല്ലോ. ഇപ്പോൾ ടേമറിക് ഒന്നും എനിക്ക് തീരെ വർക്ക് ആവില്ല. അപ്പോൾ ഞാൻ വെച്ചു മിൽക്കും കൂടെ ആയതുകൊണ്ട്. ഓൾസോ വിൽവേൻ്റെ പ്രോഡക്റ്റ്സ് ഞാൻ മുന്നേ യൂസ് ചെയ്തിട്ടുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവരുടെ പ്രോഡക്റ്റ്സ്, അതുകൊണ്ട് ഇത് വാങ്ങിയതാണ്. ഇതാ ഇങ്ങനെ മിൽക്ക് പോലെ തന്നെ ഇരിക്കും. ഇനി ഞാൻ ഫോക്കസ് ചെയ്യുന്നില്ല, ചിലപ്പോൾ ഫോക്കസ് ആയില്ലെങ്കിലും. അതുകൊണ്ട് ഇതാണ് ആ സംഭവം. പിന്നെ ഞാൻ ഈ കാണിക്കുന്ന വീഡിയോസിലെല്ലാം, ഐ മീൻ ഈ വീഡിയോയിലെ എല്ലാ സാധനങ്ങളും ഞാൻ ഫസ്റ്റ് യൂസ് ചെയ്യുന്ന കേട്ടോ. സോ ഇറ്റ്സ് നോട്ട് ലൈക്ക് ഒരു റിവ്യൂ വീഡിയോ പോലെയല്ല. ജസ്റ്റ് ലൈക്ക് യു, ഞാനും ഇതൊക്കെ ഫസ്റ്റാണ് യൂസ് ചെയ്യുന്നത്. ലൈക്ക് എന്താ പറയുക, എനിക്ക് ഷുവർ അല്ല ഇതൊക്കെ അടിപൊളിയാണോ എന്നൊക്കെ. ഐ ഹോപ്പ് സോ. നെക്സ്റ്റ് വൺ വരുന്നത് വിൽവേൻ്റെ ഫുഡ് ക്രീമാണ്, സ്കിൻ ഹീലിംഗ് മോയ്സ്ചറൈസർ. ഇതും ഞാൻ യൂസ് ചെയ്തു കേട്ടോ. ഈ ഒരു കവറിലുള്ള എല്ലാ സാധനങ്ങളും ഞാൻ യൂസ് ചെയ്തു, ബിക്കോസ് ഞാനിതൊരു 2 വീക്സായി വാങ്ങിയിട്ട്. അപ്പോൾ എനിക്ക് ഇതുവരെ വെയിറ്റ് ചെയ്യാനുള്ള ക്ഷമയില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ ഇതെല്ലാം യൂസ് ചെയ്ത് തുടങ്ങി. ഇതൊരു ഫുഡ് ക്രീമാണ്. എനിക്ക് ഹാൻഡ് ക്രീംസും ഫുഡ് ക്രീംസും ഒക്കെ നല്ല ഇഷ്ടമാണ്. ഇതിങ്ങനെ ഇരിക്കും. യെസ്, ഇതൊരു ബട്ടർ യെല്ലോ ഒരു കളറിലാണ്. ഇതിനൊരു സെൻറ് ഉണ്ട്, പക്ഷെ അത് എന്തിൻ്റെയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. ഇത് നല്ലതാണ്. ഞാനിപ്പോൾ ഒരു 1 വീക്ക് പ്ലസ് ആയില്ലേ യൂസ് ചെയ്യുന്നു. ഇത് അത്യാവശ്യം രാത്രി കിടക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫുഡ് ക്രീംസ്, ഹാൻഡ് ക്രീംസൊക്കെ. അപ്പോൾ രാത്രിയിൽ കിടക്കുമ്പോഴാണ് ഞാൻ മെയിനായിട്ട് ഇത് യൂസ് ചെയ്യാറ്.
അപ്പോൾ എനിക്ക് അത്യാവശ്യം വർക്ക് ആവുന്ന പോലെയാണ് ഈ 1 വീക്ക് കൊണ്ട് തോന്നിയത്. ലോങ് ടേം ഐ ഡോണ്ട് നോ. ബട്ട് സോ ഫാർ ഇറ്റ്സ് പെർഫോമിങ് ഗുഡ്. പിന്നെന്താ ഞാൻ വാങ്ങിയേ? ഓക്കെ. പിന്നെ ഞാൻ ഒരു ലിപ്സ്റ്റിക്ക് വാങ്ങി. അത് പക്ഷേ ഞാൻ അതും നൈക്കയിൽ നിന്നല്ല ഞാൻ വാങ്ങിയത്. ഞാൻ അവരുടെ ലൈഫ് സ്റ്റൈലല്ല, ഫാഷൻ സ്റ്റോറിൽ നിന്നാണ് വാങ്ങിയത്. ഇത് മെബെലൈൻ്റെ സൂപ്പർ സ്റ്റേ വിനൈൽ ലിങ്ക് ആ ഒരു സെഗ്മെൻറ്റിൽ വരുന്ന ഒരു ലിപ്സ്റ്റിക്കാണ്. ഇത് ഞാൻ ഫസ്റ്റ് ആട്ടോ ട്രൈ ചെയ്യുന്നത്. ഐ തിങ്ക് എനിക്കറിയില്ല, ഫോർ സം റീസൺസ് ഞാൻ മെബെലൈൻ്റെ ലിപ്സ്റ്റിക്സ് യൂസ് ചെയ്തിട്ടേ ഇല്ലായിരുന്നു. എന്താണെന്നറിയത്തില്ല. ഇത് ഞാൻ ഫസ്റ്റ് ടൈം വാങ്ങുന്ന. ഇതൊരു ഗ്ലോസി ലിപ്സ്റ്റിക്കാണ്. ഞാൻ കാണിച്ചു തരാം. സാധാരണ ആൾക്കാർ ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ ലിപ്സിലിട്ടൊക്കെ കാണിക്കില്ലേ, ഞാൻ അത്തരം സാഹസങ്ങൾക്ക് മുതിരുന്നില്ല. ഇതാണ് ഇതാണ് ഷെയ്ഡ്. ഇതിൽ കാണുന്ന പോലെ തന്നെ ഒരു ഗ്ലോസി ലിപ്സ്റ്റിക്കാണ്. ഗ്ലോസിയും ഞാൻ അങ്ങനെ അത് യൂസ് ചെയ്യുന്ന പേഴ്സൺ അല്ല. എനിക്ക് കുറച്ചുകൂടെ ലിപ്സ്റ്റിക്ക് മാറ്റാണ് ഇഷ്ടം. ഇതിൻ്റെ ഷെയ്ഡ് വരുന്നത് 190 സ്വീറ്റ് ആൻഡ് സോർ. അതാണ് ഇതിൻ്റെ ഷെയ്ഡ്. ഒരു ബ്രൗൺ കണ്ടല്ലോ. എൻ്റെ എല്ലാ ലിപ്സ്റ്റിക്സും ഈ ഒരു സെയിം ഷെയ്ഡ്സ് ആട്ടോ. എന്ന് വെച്ചാൽ ഒന്നെങ്കിൽ ബ്രൗൺ അല്ലെങ്കിൽ ഒരു മോഫ്, ഈ ഒരു കാറ്റഗറിയിലാണ് വരുന്നത്. ഇത് നല്ല ലിപ്സ്റ്റിക്കാണ്, ഒരു എവ്രി ഡേ വെയർ ആണ്. ഞാനിപ്പം കുറേ തവണ ഓഫീസിലൊക്കെ ഇട്ടുകൊണ്ട് പോയി. പക്ഷേ ദ തിങ് വിത്ത് ദിസ് ലിപ്സ്റ്റിക് ഈസ് ഇത് ഭയങ്കര ഡ്രൈയിങ് ആണ്. ഡ്രൈയിങ് എന്നൊക്കെ പറഞ്ഞാൽ എക്സ്ട്രീംലി ഡ്രൈയിങ്. പക്ഷേ ഭയങ്കര സൂപ്പർ സ്റ്റേ തന്നെയാണ് ഈ പറയുന്ന പോലെ. എന്ന് വെച്ചാൽ എനിക്ക് ഒന്ന് ഫുഡ് കഴിച്ചാലും എന്തൊക്കെ കാണിച്ചാലും അത് അനങ്ങത്ത് പോലും ഇല്ലാന്ന് തോന്നും. പക്ഷെ അത് അനങ്ങാത്തതുകൊണ്ട്. പക്ഷേ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നമുക്കിത് റിമൂവ് ചെയ്യണമല്ലോ. ഇത് ഭയങ്കര പാടാണ് റിമൂവ് ചെയ്യാൻ. ആൻഡ് ഓൾസോ എൻ്റെ കയ്യിൽ അങ്ങനെ മേക്കപ്പ് റിമൂവേഴ്സ് ഒന്നും ഇല്ലായിരുന്നു. ബിക്കോസ് ഞാൻ അങ്ങനെ വാട്ടർ പ്രൂഫ് മേക്കപ്പ് അങ്ങനെ യൂസ് ചെയ്യുന്ന പേഴ്സൺ അല്ല. ഞാൻ അത്ര ഫാൻ അല്ല. അപ്പോൾ എനിക്ക് നോർമലി എൻ്റെ ക്ലെൻസർ വെച്ച് തന്നെ എൻ്റെ മേക്കപ്പ് ഒക്കെ പോവും. പക്ഷേ ഈ ലിപ്സ്റ്റിക്ക് ചിലപ്പോൾ ലിപ് ബാമൊക്കെ എന്നാലും അത്ര എനിക്ക് ഭയങ്കര ഡ്രൈയിങ് ആയിട്ട് തോന്നി കേട്ടോ. അപ്പോൾ ഞാനിത് അവിടെ വെച്ച് എനിക്ക് സ്റ്റാഫ് ഇട്ട് തന്നല്ലോ. അപ്പോൾ നമ്മൾ ലിപ് ബാം ഒന്നും ഇടാണ്ട് ഓൾറെഡി ഉള്ള ലിപ്സ്റ്റിക്ക് വൈപ്പ് ചെയ്തിട്ടല്ലേ ഇടുന്നത്. അപ്പോൾ ഇത് ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ പുറത്തിറങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കര ഡ്രൈയിങ്. കളർ ഈസ് സോ ഗുഡ്, നല്ല കളറാണ്. പക്ഷെ ഭയങ്കര ഡ്രൈയിങ് ആയിട്ട് തോന്നി. എനിക്ക് തോന്നി വീട്ടിൽ ചെന്നാലും ഇത് പോകാൻ പാടാന്ന് വിചാരിച്ചിട്ട് ഞാൻ നൈക്കയിൽ കയറിയപ്പോൾ ഒരു മേക്കപ്പ് റിമൂവർ വാങ്ങി. ബിക്കോസ് എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു. ഇത് നൈക്കേൻ്റെ മേക്കപ്പ് മെൽറ്റ് ബൈഫേസിക് മേക്കപ്പ് റിമൂവർ. ഇതാണ്. ഇത് കണ്ടോ, ഇവിടെ ഒരു ഡാർക്ക് പിങ്കും ഇങ്ങോട്ടേക്ക് മേലേക്ക് കുറച്ചൊരു ട്രാൻസ്പെറൻറ്റും അല്ലേ. അപ്പോൾ ഇതുവരെ ഓയിലും ഇത് വാട്ടറും ആണ്. സോ ഇതൊരു ഷേക്ക് വെൽ ബിഫോർ കൈൻഡ് ഓഫ് ഐറ്റം ആണെന്നാണ് സ്റ്റാഫ് പറഞ്ഞത്. ഇത് ഞാൻ ഒരു തവണ ഈ ലിപ്സ്റ്റിക് ഇട്ടപ്പോഴാട്ടോ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ. അല്ലാണ്ട് ഞാൻ ഇതിൻ്റെ ആവശ്യം വരാറില്ല. പക്ഷെ ആ ലിപ്സ്റ്റിക്ക് മാറ്റാൻ ഇത് വേണ്ടി വരും. ബിക്കോസ് ആ ലിപ്സ്റ്റിക്ക് കളയാൻ നല്ല പാടാണ്. നമ്മൾ യൂഷ്വൽ ക്ലെൻസറൊന്നും വെച്ചിട്ടൊന്നും അങ്ങനെ പോകത്തില്ല. ആൻഡ് ഓൾസോ ലിപ്സ് ആകുമ്പോൾ നമുക്ക് ഭയങ്കര ഹാർഷായിട്ട് ഇട്ട് റബ്ബ് ചെയ്യാനൊന്നും പറ്റത്തില്ലല്ലോ. സോ ഇതിനൊരു നിങ്ങൾ ഇങ്ങനത്തെ ലിപ്സ്റ്റിക് ആരെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ് വുഡ് ബി നൈസ് ടു ഹാവ് എ ഗുഡ് മേക്കപ്പ് റിമൂവർ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനത് മെയിനായിട്ട് വാങ്ങിയത്. പിന്നെ ഞാൻ നൈക്കയിൽ നിന്ന് തന്നെ വാങ്ങിയൊരു ലിപ്സ്റ്റിക് ഉണ്ട്. ഇത് കെ ബ്യൂട്ടീൻ്റെ ലിമിറ്റഡ് എഡിഷൻ ആണ്. ഫൽഗുനി ഷെയ്ൻ പീകോക്ക് എന്ന് പറയുന്ന ഒരു കളക്ഷൻ. ഇങ്ങനൊരു പാക്കേജിങ്ങിലൊക്കെയാണ് വരുന്നത്. നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ വേണ്ടിയിട്ട്. ഇത് ആക്ച്വലി ഇതിൻ്റെ ഷെയ്ഡ് വരുന്നത് മൾബറി കാശ്മീർ. അതാണ് ഇതിൻ്റെ ഷെയ്ഡ്. ഇതും ഞാൻ കയ്യിൽ തന്നെ ഇട്ട് കാണിക്കാം. ഈ ഒരു ഷെയ്ഡാണിത്. ഇത് മാറ്റാണ് കേട്ടോ. ഇത് ഭയങ്കര അടിപൊളി, ഭയങ്കര കംഫർട്ടബിളാണ് ലിപ്സിൽ. ഭയങ്കര ഒരു സോഫ്റ്റ് ലിപ്സിലിടാൻ തന്നെ നല്ലൊരു എന്താ പറയുക, ഗ്ലൈഡ് ചെയ്ത് പോകുന്ന പോലത്തെ ലിപ്സ്റ്റിക്കാണ്. ഇതിൻ്റെ എനിക്ക് ആക്ച്വലി വേറൊരു ഷെയ്ഡും ഇഷ്ടപ്പെട്ടു. പക്ഷേ ആ ഷെയ്ഡിൻ്റെ പേര് ഞാനിപ്പോൾ മറന്നുപോയി. ആ ലിപ്സ്റ്റിക്കും എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. പക്ഷേ ദാറ്റ് വാസ് മോർ ഒരു കൈൻഡ് ഓഫ് ആൻ എവ്രി ഡേ ലിപ്സ്റ്റിക് ആയിരുന്നു. ഇതൊരു എന്താ പറയുക, ഒരു ഫങ്ഷൻ വെയർ പോലത്തെ ഒരു കളറാണ് കേട്ടോ ഇത്. എന്ന് വെച്ചാൽ ഇപ്പോൾ എൻ്റെ സ്കിൻ ടോൺ ഉള്ളവർക്ക് കുറച്ച് സ്കിൻ ടോൺ ഒന്ന് എംഫസൈസ് ചെയ്യുന്ന പോലത്തെ ഒരു കളറാണ് ഇത്. ഭയങ്കര നല്ലതാണ് ഇട്ട് കഴിയുമ്പോൾ. മറ്റേത് ഒരു ബ്രൗൺ ഷെയ്ഡ്, ഇതൊരു മോവാണ്. ബട്ട് ദിസ് ഇസ് ലൈക്ക് കുറച്ചൊരു ബ്രൈറ്റനിങ് ഷെയ്ഡാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു ഏതെടുക്കണമെന്ന്. പിന്നെ ഐ തോട്ട് ഇതെടുക്കാം. എവ്രി ഡേക്ക് ഇപ്പം എവ്രി ഡേ ഓഫീസിലാണ് പോകുന്നത്, അതിന് അത്ര ഡെക്കറേഷൻ വേണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ ഇതെടുത്തത്. സോ ഇതാണ് ലിപ്സ്റ്റിക്. ഒരു മിനിറ്റ്. പിന്നെ എന്താ ഞാൻ വാങ്ങിയത്? ഓക്കെ, അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഞാൻ സ്റ്റോറിൽ നിന്ന് വാങ്ങിയ സാധനങ്ങൾ. അപ്പോൾ ഞാൻ ഈ നൈക്കയിലെല്ലാം ബില്ലെല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ പോരാൻ നേരത്തെ എൻ്റെ അടുത്ത് സ്റ്റാഫ് പറഞ്ഞു. ഞാനിങ്ങനെ വെറുതെ പെർഫ്യൂം ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് പെർഫ്യൂം ഭയങ്കര ഇഷ്ടമാണ്.
അപ്പോൾ സ്റ്റാഫ് വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ആക്ച്വലി നമുക്ക് സെയിൽ വരുന്നുണ്ട്, അപ്പോഴും എന്തെങ്കിലും നോക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ഞാൻ കുറച്ച് ഡൗൺ ആയിട്ടോ, സെയിൽ വരുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പം പക്ഷേ ഞാൻ ഒരു കുറേ നാൾ കഴിഞ്ഞിട്ടാണ് എൻ്റെ വിചാരം. അപ്പം ഞാൻ ചോദിച്ചു എന്നാ സെയിൽ വരുന്നതെന്ന് ചോദിച്ചു. അപ്പോഴത്തേനും ആ ചെക്കൻ പറഞ്ഞു 2 days കഴിഞ്ഞിട്ടെന്ന്. ആൻഡ് ഐ വാസ് ലൈക്ക്, എനിക്ക് ഭയങ്കര എന്തോ പോലെ ആയിപ്പോയി. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെയിൽ ഉണ്ട് എന്ന് അറിയാണ്ടാണ് ഞാൻ ഇതെല്ലാം വാങ്ങിക്കൂട്ടിയത്. അപ്പോൾ ഓൾറെഡി എനിക്കെന്താ പറയുക, ചില സാധനങ്ങൾ വാങ്ങുമ്പോൾ എനിക്കിതിപ്പോൾ ആവശ്യമുണ്ടോ അങ്ങനെ ഒരു സാധനം വരുന്ന ഒരു പേഴ്സണാണ് ഞാൻ. ഇതിപ്പോൾ സെയിലും കൂടെ ഉണ്ടെന്ന് കേട്ടപ്പോഴത്തേക്കും തീർന്നു. പിന്നെ ഞാൻ വീട്ടിൽ വന്നു, സെയിൽ തുടങ്ങി. പക്ഷെ ഇതുവരെ ഈ ഒരു പ്രോഡക്റ്റും സെയിലുണ്ടോ എന്ന് ഞാൻ നോക്കിയിട്ടില്ല കേട്ടോ. ഐ ഡോണ്ട് വോണ്ട് ടു നോ. ഞാൻ നോക്കിയില്ല സെയിലുണ്ടോ എന്ന്. മേ ബി ഉണ്ടാവുമായിരിക്കും. ഇപ്പോഴും സെയിൽ റണ്ണിങ് ആണെന്നാണ് കേട്ടോ തോന്നുന്നത്. അപ്പോൾ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി സെയിലൊന്നും വാങ്ങണ്ട എന്നൊക്കെ വിചാരിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ എനിക്ക് ഹരിക്ക് ആക്ച്വലി ഒരു സ്കിൻ കെയർ ബിൽഡ് ചെയ്ത് കൊടുക്കണം എന്നുണ്ടായിരുന്നു. ഹരി ഈസ് സംബഡി ഹു ജസ്റ്റ് യൂസസ് പ്ലെയിൻ വാട്ടർ, ദാറ്റ്സ് ഇറ്റ്. ഒന്നും യൂസ് ചെയ്യാറില്ല. ഹി ഹാസ് ഗോട്ട് ഇൻക്രെഡിബിളി ഗുഡ് സ്കിൻ. പക്ഷെ എന്നാൽ കൂടി ഇങ്ങനെ ഒന്നും യൂസ് ചെയ്യാറില്ല. ഇപ്പം നമ്മളൊരു ഏജ് കഴിയുമ്പോഴത്തേക്കും വിൽ ഹാവ് ടു സ്റ്റാർട്ട് യൂസിങ് സം സ്കിൻ കെയർ, അല്ലെങ്കിൽ സ്കിന്നിനെ ടേക്ക് കെയർ ചെയ്യണമല്ലോ. ഞാൻ ഇപ്പം പറയും, പക്ഷേ യൂസ് ചെയ്യാറില്ല. അതിനോടൊന്നും ഒരു താല്പര്യമില്ലാത്ത പേഴ്സണാണ്. എനിക്ക് ഒന്ന് കുളിക്കുമ്പോൾ ചിലപ്പോൾ എൻ്റെ സാധനങ്ങളൊക്കെ എടുത്ത് യൂസ് ചെയ്യേണ്ടെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഇപ്പോൾ കണ്ടീഷണറൊക്കെ ആണെങ്കിലും നമുക്ക് പമ്പ് ചെയ്യേണ്ടതാണെങ്കിലും അതുപോലെ അങ്ങനെ യൂസ് ചെയ്യണില്ലാത്തതുകൊണ്ട് ഒരു ഐഡിയ ഇല്ല. ഫുൾ തുറന്നിട്ടാണ് കമത്തുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചാൽ ഇവന് സ്കിൻ കെയർ ബിൽഡ് ചെയ്ത് കൊടുക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ എന്താ ഓൾസോ വാലന്റൈൻസ് ഡേ വരുവാണല്ലോ. ഞങ്ങളിങ്ങനെ വാലന്റൈൻസ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന ആൾക്കാരല്ല കേട്ടോ. എന്ന് വെച്ചാൽ ഇങ്ങനെ എപ്പോഴും ഫ്ലവേഴ്സ് കൊടുക്കും. അതിപ്പോൾ ഡേറ്റ് ചെയ്യുന്ന ടൈം തൊട്ട് ജസ്റ്റ് ഫ്ലവേഴ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ഗിഫ്റ്റ്, ചോക്ലേറ്റ് അങ്ങനെയൊക്കെ കൊടുക്കുള്ളൂ. അപ്പം ഞാൻ വാലന്റൈൻസ് ഡേ എന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല. ഞാൻ വിചാരിച്ചു വാലന്റൈൻസ് ഡേക്ക് കൊടുക്കുകയും ചെയ്യാം, സ്കിൻ കെയർ ബിൽഡ് ചെയ്യാമല്ലോ എന്ന് ഞാൻ വിചാരിച്ചു. സെയിലാണല്ലോ. അപ്പം അങ്ങനെ ഞാൻ അവന് വേണ്ടിയിട്ട് സെയിലിൽ നിന്ന് വാങ്ങിയ കുറച്ച് സാധനങ്ങളാണ് ഇനി കാണിക്കുന്നത്. ഇതിപ്പോൾ ഞാൻ ഹരിക്ക് വേണ്ടി വാങ്ങിയതാണെങ്കിലും ഇതങ്ങനെ ജെൻഡർ സ്പെസിഫിക് ഒന്നും അല്ല കേട്ടോ. ആർക്ക് വേണേ യൂസ് ചെയ്യാം. ഹരിക്ക് കുറച്ച് ഡ്രൈ സ്കിന്നാണ്. അപ്പം ഞാനൊരു ഡ്രൈ സ്കിന്നിന് പറ്റിയ സാധനങ്ങളാണ് എടുത്തേക്കുന്നത്. ഫസ്റ്റ് വൺ ഒരു ക്ലെൻസറാണ്, സെറാവേൻ്റെ ഹൈഡ്രേറ്റിംഗ് ക്ലെൻസർ ഫോർ നോർമൽ ടു ഡ്രൈ സ്കിൻ. ഇത് അപ്പോൾ ഹരി ആദ്യമായിട്ടാണല്ലോ സ്കിൻ കെയർ യൂസ് ചെയ്ത് തുടങ്ങുന്നത്. അപ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും ബ്രേക്ക്ഔട്ട്സോ സ്കിൻ പേർജിങ്ങോ അങ്ങനെ എന്തെങ്കിലും വരുമോ എന്ന് അറിയില്ല. അതുകൊണ്ട് ഞാൻ എല്ലാത്തിൻ്റെയും കുഞ്ഞു കുഞ്ഞു ഡബ്ബയാണ് വാങ്ങിയേക്കുന്നത്. എന്നോട് ചോദിക്കുകയും ചെയ്തു, അതെന്താ നിനക്കെല്ലാം വലിയ ഡബ്ബ, എനിക്ക് ചെറുതും. ഞാൻ ചെറുതാണ് വാങ്ങിയത്, ഇപ്പോൾ വർക്ക് ആവുമോ എന്ന് അറിയത്തില്ലല്ലോ. സോ ഇതാണ് അവൻ്റെ ക്ലെൻസർ. പിന്നെ ഹരിക്ക് ഞാനൊരു മോയ്സ്ചറൈസർ വാങ്ങി. അതിതാണ് മിനിമലിസ്റ്റിൻ്റെ മറൂല ഓയിൽ മോയ്സ്ചറൈസർ വിത്ത് വിറ്റമിൻ എഫ്, വിറ്റമിൻ ഇ ആൻഡ് ഹയലുറോണിക് ആസിഡ്. ഇതിപ്പോൾ എല്ലാം ടാപ്പ് ചെയ്യണോ? ഇതാണ് ആ മോയ്സ്ചറൈസർ. ഇതും ഡ്രൈ സ്കിന്നിന് സ്യൂട്ടബിൾ ആണെന്നാണ് ഞാൻ കണ്ടത്, അങ്ങനെ വാങ്ങിയതാണ്. എന്തായാലും ഇതെല്ലാം നന്നായി യൂസ് ചെയ്യുന്നുണ്ട്. നമുക്ക് വാങ്ങിക്കൊടുത്തവർക്ക് സന്തോഷം തോന്നുന്ന രീതിയിൽ എന്നെക്കാളും കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട്. രാവിലെ എണീച്ച വഴി എൻ്റെ അടുത്ത് ഒന്ന് പറയും, ഞാൻ ക്ലെൻസർ ഇട്ടു, ഞാൻ മോയ്സ്ചറൈസർ ഇട്ടു എന്നൊക്കെ പറയണേക്കാം. അപ്പോൾ ഇതാണ് സൺസ്ക്രീൻ ഞാൻ വാങ്ങിയത്. ഇത് SPF 50 ഉള്ള വിത്ത് നിയാസിനമൈഡ്, വിറ്റമിൻ B5, വിറ്റമിൻ എഫ്. ഇതും എന്താ പറയുക, മിനിമലിസ്റ്റിൻ്റെ തന്നെ ഒരു സൺസ്ക്രീനാണ്. ഇതെല്ലാം ഞാൻ ചെറിയ ബോട്ടിലാട്ടോ വാങ്ങി. ഇതൊക്കെ 50 grams ഉള്ളൂ. പിന്നെ ഇതൊക്കെ അവൻ യൂസ് ചെയ്തിട്ട് നല്ലതാണെന്നാട്ടോ അവൻ പറയുന്നത്. പിന്നെ നല്ലതാണെന്നാണല്ലോ പറയുള്ളൂ, വേറെ ഒന്നും യൂസ് ചെയ്തിട്ടില്ലല്ലോ. സോ പിന്നെ ഞാനൊരു ലിപ് ബാം വാങ്ങിക്കൊടുത്തായിരുന്നു. ഇത് നോർമൽ വാസ്ലിൻ്റെ തന്നെ ഒരു ലിപ് ബാമാണ്, അവരുടെ OG സാധനം തന്നെ, പ്ലെയിൻ. അപ്പോൾ ഇത് നാലുമാണ് ഞാൻ ഹരിക്ക് ബേസിക് സ്കിൻ കെയർ ആയിട്ട് ചെയ്തു കൊടുത്തേക്കുന്ന സംഭവങ്ങൾ. അപ്പോൾ ഇത്രയാണ് സംഭവം. ഇനി ഞാൻ വാങ്ങിയ സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ, ഞാനിങ്ങനെ അവനോട് പറഞ്ഞല്ലോ ഞാൻ അവന് വേണ്ടി സ്കിൻ കെയർ നോക്കാമെന്ന് ഞാൻ അവനോട് പറഞ്ഞിട്ടാണ് നോക്കുന്നത്. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ഹരി വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു, അപ്പോൾ വന്നാൽ പിന്നെ നിനക്കും എന്തെങ്കിലും വാങ്ങിക്കോ, വാലന്റൈൻസ് ഡേക്ക് ഗിഫ്റ്റ് ആവട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ സെയിലൊന്നും വാങ്ങണ്ടെന്ന് വിചാരിച്ചിരുന്നു. ഞാൻ ചടപടം എണീച്ച് ഞാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങി. അതാണ് ഇതൊക്കെ ഈ ഇരിക്കുന്ന സാധനങ്ങൾ ഞാൻ കാണിച്ചു തരാം. ഇത് പക്ഷെ ഞാൻ സെപ്പറേറ്റ് ആയിട്ടോ വാങ്ങിയത്. അതായത് ആദ്യം ഞാൻ കുറച്ച് സാധനം വാങ്ങി, പിന്നെ ഞാൻ കുറച്ച് സാധനം നോക്കി. എന്ന് വെച്ചാൽ ഒന്നിച്ച് സ്പെൻഡ് ചെയ്യാണ്ട് പല തവണയായിട്ട് സ്പെൻഡ് ചെയ്യുമ്പോൾ അത്ര സ്പെൻഡ് ചെയ്തൊന്നും തോന്നുന്നില്ലാത്ത പോലത്തെ ഒരു പരിപാടി കണ്ടാൽ ഞാൻ ഉദ്ദേശിച്ചെന്ന് തോന്നുന്നു. ഒട്ടക ഇതെല്ലാം ഞാൻ പൊട്ടിച്ച് നോക്കിയതാണ് കേട്ടോ. എന്നിട്ട് ഞാൻ തിരിച്ചു വെച്ചു. ഈ സംഭവങ്ങളിലൊന്നും ഉള്ളത് ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ഞാൻ വീഡിയോ എടുത്തു കഴിഞ്ഞ് യൂസ് ചെയ്യാമെന്നോർത്ത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനങ്ങളാണ്. ഓൾസോ ഇന്ന് ഞാൻ വീട്ടിൽ പോവാണ്. അപ്പം ഐ എം ഹാപ്പി ഐ ക്യാൻ ഫൈനലി യൂസ് ഇറ്റ് ബിക്കോസ് ശിവരാത്രിയൊക്കെ വരുവാണല്ലോ. സോ ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത്
ഈ ഡി ആൽബൻ്റെ ഒരു ഫസ്റ്റ് സ്പ്രേ സിറാണ്. ഇത് ഞാൻ കുറേ ആൾക്കാർ റിവ്യൂ ഇടുന്നത് ഞാൻ കണ്ടായിരുന്നു. അപ്പം ഭയങ്കര നല്ലതെന്ന് വെച്ചാൽ ഞാൻ ഭയങ്കര ആർഡൻ്റായിട്ട് ഫോളോ ചെയ്യുന്ന കുറേ ആൾക്കാർ പറഞ്ഞു ഇത് ഭയങ്കര നല്ലതാണ്. ആൻഡ് ഞാൻ കാണിച്ചു തരാം. ഇതാ, ഇതിപ്പോൾ ശീല എന്ന് തോന്നുന്നല്ലോ ടാപ്പ് ചെയ്യുന്നത്. ഇതാണ് സംഭവം. ഡി ആൽബ ഫസ്റ്റ് സ്പ്രേ സിറം ഫോർ ഹൈഡ്രേഷൻ ആൻഡ് റേഡിയൻറ്റ് സ്കിൻ എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു നമുക്ക് വേണമെങ്കിൽ മേക്കപ്പിന് മുന്നോ ഓർ ഇൻ ബിറ്റ്വീൻ മേക്കപ്പ് ഒന്ന് മെൽറ്റ് ആക്കാനോ അല്ലെങ്കിൽ ഫൈനലി ഒരു ഫിക്സിങ് സ്പ്രേ പോലെയല്ല, ബട്ട് ഒരു സെറ്റിംഗ് സ്പ്രേ ഒക്കെ പോലെ യൂസ് ചെയ്യാവുന്നതാണ്. ഇത് ഭയങ്കര ഡൂയി ഫിനിഷ് തരും, അങ്ങനെയാണ് പറയുന്നത്. ഞാൻ യൂസ് ചെയ്തിട്ടില്ല ആൻഡ് ഐ ഹോപ്പ്. അപ്പോൾ അങ്ങനെ ഒരു സാധനമാണ് ഇത്. എനിക്ക് ഡ്യൂയി ഫിനിഷ് എവിടെയെങ്കിലും ഇങ്ങനെ ഡൂയി എന്നുള്ള വേർഡ് കണ്ടാൽ എനിക്കിഷ്ടമാണ് ഇത് വാങ്ങാൻ. ബിക്കോസ് എനിക്ക് എൻ്റെ മേക്കപ്പ് മാറ്റ് എനിക്കിഷ്ടമല്ല പേഴ്സണലി. ചില ആൾക്കാർക്ക് ഡ്യൂയി ഇഷ്ടമല്ല എന്ന് എനിക്കറിയാം. ബട്ട് എൻ്റെ ചില ഫ്രണ്ട്സിനൊന്നും ഡ്യൂയി ഒട്ടും ഇഷ്ടമില്ല. പക്ഷേ എനിക്കെന്തോ മാറ്റ് ഫിനിഷ് മേക്കപ്പ് എനിക്ക് സെറ്റ് ആവാത്ത പോലെ തോന്നും. എനിക്ക് മാക്സിമം എൻ്റെ മേക്കപ്പ് ഇങ്ങനെ വെള്ളം പോലെ ഇരിക്കുകയാണെങ്കിൽ അത്ര ഇഷ്ടം. അപ്പം ഇതിനങ്ങനെ ഒരു എന്താ പറയുന്നത് പരിപാടിയാണ് ഇത് ചെയ്യുന്നത് എന്ന് കേട്ടിട്ടാണ് ഞാനിത് വാങ്ങിയത്. ഇത് ഞാനിതുവരെ യൂസ് ചെയ്തിട്ടില്ല. ഐ എം വെരി എക്സൈറ്റഡ് ടു യൂസ് ഇറ്റ്. പിന്നെന്താ അത് ഞാൻ വാങ്ങിയപ്പോൾ എനിക്കൊരു ഫ്രീബി ആയിട്ട് നമ്മുടെ ലാൻകോം ഐഡലിൻ്റെ ഒരു സാമ്പിൾ കിട്ടിയിട്ടുണ്ട്. ഇത് ഭയങ്കര നല്ല പെർഫ്യൂമാണ്. നിങ്ങളുടെ ആർക്കെങ്കിലും പെർഫ്യൂം വാങ്ങണം എന്നുണ്ടെങ്കിൽ ഇത് വാങ്ങി നോക്കണം. ഇത് എൻ്റെ കയ്യിലില്ല, ബട്ട് എൻ്റെ വിഷ് ലിസ്റ്റിലുള്ള ഒരു പെർഫ്യൂമാണ്. ഭയങ്കര, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഒരു തിൻ ബോട്ടിലാണ്. ഐ തിങ്ക് തിന്നസ്റ്റ് ബോട്ടിൽ വെൻ ഇറ്റ് കംസ് ടു പെർഫ്യൂംസ് ആണെന്ന് തോന്നുന്നു. ഭയങ്കര തിന്നായിട്ടുള്ള ഒരു ബോട്ടിലാണിത്. ലാൻകോം ഐഡൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര നല്ലൊരു പെർഫ്യൂമാണ്. ഇത് എനിക്ക് ഓൾറെഡി അറിയായിരുന്നു കേട്ടോ. ഞാൻ ഈ ഫസ്റ്റ് സ്പ്രേ സിറം ആഡ് ചെയ്തപ്പോൾ തന്നെ ഇങ്ങനെ ഒരു ഫ്രീബി ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞായിരുന്നു. പിന്നെ ഇത് ഷീറ്റ് മാസ്ക് ആണ്. ഞാൻ ഷീറ്റ് മാസ്കിൻ്റെ മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ ഷീറ്റ് മാസ്കിൻ്റെ ഒരു ഫാനാണ്. ഇത് ഭയങ്കരമായിട്ട് സ്കിന്നിന് ഒരു ഡിഫറൻസ് കൊണ്ടുവരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇപ്പോഴും എനിക്കറിയില്ല. പക്ഷേ സംഹൗ ഐ ലവ് വാട്ട് ഇറ്റ് ഫീൽസ് ഓൺ മൈ സ്കിൻ, വാട്ട് ദിസ് വൺ മേക്സ് മീ ഫീൽ. ആ ഒരു സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്ന് വെച്ചാൽ ഈ വീക്കെൻഡിലൊക്കെ ഒരു ഷീറ്റ് മാസ്ക് ഇടുന്ന പരിപാടി എനിക്കിഷ്ടമാണ്. ഞാൻ ഹരിക്കും ഇട്ട് കൊടുക്കാറുണ്ട്. ഞാൻ യൂഷ്വലി ഷീറ്റ് മാസ്ക് വാങ്ങുന്നത് ഫേസ് ഷോപ്പ് അല്ലെങ്കിൽ നൈക്ക അല്ലെങ്കിൽ ടോണി മോളി, ഇതൊക്കെ തന്നെയാണ് വാങ്ങുന്നത്. ഇങ്ങനെ ബ്രാൻഡ്സ് തമ്മിൽ വലിയ ഡിഫറൻസ് ഒന്നും എനിക്കത്ര തോന്നിയിട്ടില്ല കേട്ടോ. ഓൾസോ അവർക്ക് എപ്പോഴും ഓഫേഴ്സ് ഉണ്ടാവും. ഇപ്പോൾ സെയിലൊന്നും വേണമെന്നില്ല, എപ്പോഴും ഷീറ്റ് മാസ്കിന് ഓഫേഴ്സ് ഉണ്ട്. സോ ദിസ് വൺ വാസ് ലൈക്ക് ബൈ 3 get 3 ഓഫർ ആയിരുന്നു. അപ്പോൾ ഇതാ ഇങ്ങനെ ഇരിക്കും. ഞാൻ റൈസിൻ്റെ വാങ്ങി. റൈസാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം, അതുകൊണ്ട് ഞാൻ റൈസിൻ്റെ 2 വാങ്ങി. പിന്നെ ബ്ലൂബെറി, പൊമിഗ്രാനേറ്റ്, ആലോ, അതൊക്കെയാണ്. ഇതാണ് എടുത്തേക്കുന്ന ഷീറ്റ് മാസ്ക്. പിന്നെ എന്താ, ഓക്കെ, ഒരു ബോക്സ് ഉണ്ട്. ഓക്കെ, ഇതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഒരു ഹൈലൈറ്ററാണ് ഞാൻ വാങ്ങിയത്. ഹൈലൈറ്ററിൻ്റെയും ഭയങ്കര ഫാനാട്ടോ ഞാൻ. ബിക്കോസ് ഒബ്വിയസ്ലി ഡൂയി മേക്കപ്പ് ഇഷ്ടമുള്ള എല്ലാവർക്കും ഹൈലൈറ്ററും ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലോ. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ഹൈലൈറ്റർ തീരാനായിരുന്നു. അപ്പം ഞാൻ കെ ബ്യൂട്ടീൻ്റെ ഈ ഒരു ഹൈലൈറ്റർ വാങ്ങി. ഇത് ഫസ്റ്റ് ടൈമാണ് ഞാൻ വാങ്ങുന്നത്. ഇതിൻ്റെ ഷെയ്ഡ് ഷാംപെയിൻ എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ്. അപ്പം എൻ്റെ ഒരു സ്കിൻ ടോൺ ഉള്ളവർക്ക് ഹൈലൈറ്റർ ഷാംപെയിൻ ഷെയ്ഡിൽ വന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് ഭംഗിയായിരിക്കും. പല ഷെയ്ഡ്സും ഉണ്ടല്ലോ, പ്യുവർ ഗോൾഡ്, പിന്നെന്താ, അങ്ങനെ കുറേ ഷെയ്ഡ്സ് ഉണ്ടല്ലോ, ഒരു പിങ്ക് ടോൺ വരുന്നതൊക്കെ. ഷാംപെയിൻ ഷെയ്ഡ് വുഡ് ബി നൈസ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത് വാങ്ങിയത്. ഫ്ലാറ്റിൻ്റെ പുറത്തുനിന്ന് ബഹളം ഉണ്ടല്ലോ, ഇന്ന് സാറ്റർഡേ ആണ്, പിള്ളേർക്കൊന്നും സ്കൂളില്ല, അതാണ് ബഹളം കേൾക്കുന്നത്. നെക്സ്റ്റ് വൺ ഞാൻ വാങ്ങിയത് ഫേസ് എനിത്തിങ്ങിൻ്റെ ഒരു സ്കിൻ ടിൻ്റാണ്. ഞാനങ്ങനെ ഭയങ്കര ഒരു ഫൗണ്ടേഷൻ്റെ ഫാൻ അല്ലാത്തതിൻ്റെ കാരണം എനിക്കത് ഇടാൻ അറിയത്തില്ല. അപ്പോൾ ഞാൻ എപ്പോൾ ഫൗണ്ടേഷൻ ഇട്ടിട്ടുണ്ടെങ്കിലും ഞാൻ കുറച്ച് ഡള്ളാവും. മേ ബി എൻ്റെ സ്കിൻ ടോണിന് പറ്റിയ ഫൗണ്ടേഷൻ ആയിരിക്കില്ല ഞാൻ എടുക്കുന്നത്. ആൻഡ് ഓൾസോ എൻ്റെ സ്കിൻ ടോൺ ഇങ്ങനെ ചേഞ്ച് ആവും കേട്ടോ. എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് ചേഞ്ച് ആവുമെന്നല്ല, ഐ ഡോണ്ട് നോ, ചിലപ്പോൾ ഒക്കെ ഞാൻ ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും എൻ്റെ സ്കിൻ ടോൺ ഇരിക്കുന്നത്, ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും. ആൻഡ് എനിക്ക് അങ്ങനെ അധികം ഫൗണ്ടേഷൻ, ഇപ്പോൾ ഫൗണ്ടേഷൻ മുന്നേക്കാണെങ്കിൽ കുറേ സ്റ്റെപ്സ് ഉണ്ടല്ലോ, ഇപ്പോൾ കളർ കറക്റ്റഡ്, കൺസീലർ, ഫൗണ്ടേഷൻ, അങ്ങനെ ചില വീഡിയോസ് ഒക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര കൊതിയാവും എന്ത് ഭംഗിയായിട്ടാണ് ഓരോ ഗേൾസ് ഇടുന്നതെന്ന്. പക്ഷെ എനിക്കങ്ങനെ അറിയില്ല. ഐ വുഡ് ലൈക്ക് ടു ലേൺ, പക്ഷെ ഞാൻ ഇതുവരെ പഠിച്ചിട്ടില്ല.
അപ്പോൾ ഞാൻ എപ്പോഴും സ്കിൻ ടിൻസ് ആണ് യൂസ് ചെയ്യുന്നത്. സ്കിൻ ടിൻറ്റ് എന്ന് പറയുമ്പോൾ അങ്ങനെ ഭയങ്കര ഒരു കവറേജ് ഒന്നും തരൂല കേട്ടോ. ആൻഡ് ഓൾസോ ഐ ലൈക്ക് ഇറ്റ്. അങ്ങനെ എനിക്കൊരു ഫുൾ കവറേജ് മേക്കപ്പിൻ്റെ വലിയ ഫാൻ അല്ല. കൊച്ചു ഭയങ്കര ബഹളം പുറത്തുനിന്ന്. ഐ ഹോപ്പ് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഇഫ് സോ പ്ലീസ് ബെയർ വിത്ത് മീ. അപ്പോൾ യാ, സ്കിൻ ടിൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിലുള്ള ഇപ്പം എന്തെങ്കിലും എന്താ പറയുക ആക്നി മാർക്സ് അതൊന്നും ഭയങ്കരമായിട്ട് കവർ ചെയ്യും അങ്ങനെ. അയ്യോ, ഓക്കെ, അങ്ങനെ ഭയങ്കരമായിട്ട് കവർ ചെയ്യുന്ന ഒരു സാധനം അല്ല സ്കിൻ ടിൻറ്റ്. എന്ന് വെച്ചാൽ സ്കിൻ ടിൻറ്റ് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിരിക്കും. അപ്പോൾ നമുക്കൊരു എവറി ഡേ ടൈപ്പ് ഒരു സാധനമാണ്. പക്ഷെ ഞാൻ ഇത് തന്നെയാണ് ഫങ്ഷൻസിനും യൂസ് ചെയ്യാറുള്ളത്. ഇപ്പം ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് മസബേൻ്റെ ഒരു സ്കിൻ ടിൻറ്റ് ആയിരുന്നു. അപ്പം ഞാൻ കേട്ടു ഇത് ഭയങ്കര നല്ലതാണ്. ഇത് ഫേസ് എനിത്തിങ്ങിൻ്റെ ലൂമിനസ് സ്കിൻ ടിൻറ്റ് ആണ്. ഇതിൽ SPF 25+++ ഉണ്ട് കേട്ടോ. ഇതിനും ഷെയ്ഡ് ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഷെയ്ഡ് M05. അതാണ് എൻ്റെ സ്കിൻ ഷെയ്ഡ്. ഐ മീൻ ഇതിൻ്റെ ഷെയ്ഡ്. അപ്പോൾ എൻ്റെ ഒരു സ്കിൻ ടോൺ ഉള്ളവർക്ക് M05 വുഡ് ബി നൈസ്. എൻ്റെ സ്കിൻ ഷെയ്ഡ് എന്ന് പറയുന്നത് ഞാനൊരു വോം അല്ല, ഒരു മീഡിയം സ്കിൻ ടോൺ ആണ്. ആൻഡ് അണ്ടർ ടോൺ വരുന്ന ഒരു ഒലീവ് ആ ഒരു ടോണാണ് എൻ്റെ വരുന്നത്. അപ്പം അങ്ങനെയുള്ളവർക്ക് ഇത് വുഡ് ബി നൈസ്. യാ, പിന്നെ നെക്സ്റ്റ് എന്താ ഞാൻ വാങ്ങി, ഇത് ഒരു ബ്ലഷാണ്. ബ്ലഷും എൻ്റെ തീരാനായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ പർച്ചേസ് ചെയ്തത്. പക്ഷേ കെ ബ്യൂട്ടീൻ്റെ ബ്ലഷ് ഞാൻ ആദ്യമായിട്ടാട്ടോ യൂസ് ചെയ്യുന്നത്. ഇത് ഇതെന്താ ഇപ്പം വോട്ടെവർ, ഞാൻ ഒന്നുകൂടി ട്രൈ ചെയ്യാം. ഇതാണ് കെ ബ്യൂട്ടീൻ്റെ ബ്ലഷ്. ഇതിനും ഷെയ്ഡ് ഉണ്ട്. ഇതിൻ്റെ ഷെയ്ഡ് കോസി കോറൽ എന്ന് പറയുന്ന ഷെയ്ഡാണ്. ഇതും എൻ്റെ ഒരു സ്കിൻ ടോൺ ഉള്ളവർക്ക് നല്ലൊരു ഷെയ്ഡായിരിക്കും. കോറൽ ഷെയ്ഡ്സ്, ഈ ഒലീവ് അണ്ടർ ടോൺ ഒക്കെ ഉള്ളവർക്ക് കോറൽ ഷെയ്ഡ്സ് ഒക്കെ അത്യാവശ്യം നല്ലതായിരിക്കും. ഇതിനും ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് അവൈലബിൾ ആണ് കേട്ടോ. ഞാൻ ഇതാണ് ചൂസ് ചെയ്തത്. ഇതൊന്നും ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല. സോ ഐ എം നോട്ട് സേയിങ് എ റിവ്യൂ നൗ. ഐ ഹോപ്പ് ഓൾ ദീസ് പ്രോഡക്ട്സ് ടേൺ ഔട്ട് ടു ബി റിയലി ഗുഡ്. സോ ഇതൊക്കെ. പിന്നെ ഒരു സാധനം കൂടി ഞാൻ പർച്ചേസ് ചെയ്തു. ഇതാണ് നൈക്കിൻ്റെ ലക്സ് സ്റ്റോറിൽ നിന്ന്. ഇത് ആക്ച്വലി ഒരു ലിപ്സ്റ്റിക് ആണ് മാക്കിൻ്റെ. പക്ഷെ ദിസ് ഇസ് നോട്ട് ഫോർ മീ. ഇപ്പോൾ ഐ ഹോപ്പ് ഞാനിത് നാളെ പോസ്റ്റ് ചെയ്യുമായിരിക്കും വീഡിയോ സൺഡേയിൽ. അപ്പോൾ ഇത് കുറച്ച് സർപ്രൈസ് പൊളിയും. പക്ഷേ ഞാൻ വിചാരിച്ചു നൈക്കിൽ നിന്ന് വാങ്ങിയതാകുമ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വാങ്ങണം, ബിക്കോസ് ഇതിന് ഇപ്പോൾ ഓഫർ ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷേ ഇതും ഇത് ഞാൻ ഓഫറിന് മുന്നേ വാങ്ങിയതാണ് കേട്ടോ. കാരണം എൻ്റെ ഒരു വൺ ഓഫ് മൈ ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ട്, സ്വാതി. ഹെർ ബർത്ത്ഡേ ഈസ് കമ്മിങ് അപ്പ് ഓൺ February 18th. അപ്പോൾ സ്വാതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, നമ്മൾ ഈ ലേറ്റ് 20s നമുക്കൊരു ബെസ്റ്റ് ഫ്രണ്ട് വരില്ലേ, എന്ന് വെച്ചാൽ ദാറ്റ്സ് ലൈക്ക് പ്യുവർ ബ്ലെസ്സിങ് ആണ്. ആ ഒരു ടൈമിലൊക്കെ നമുക്ക് അങ്ങനെ ഒരു പേഴ്സൺ വരിക എന്നുള്ളത്. സോ സ്വാതി ഈസ് ലൈക്ക് ദാറ്റ് ഫ്രണ്ട് ടു മീ. അപ്പോൾ അവളുടെ ബർത്ത്ഡേ ആണ്. സ്വാതി എൻ്റെ ഹരീൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ വൈഫും കൂടിയാണ്. സോ വി ആർ ലൈക്ക് എ ഗ്യാങ്. അപ്പോൾ ഇവരെല്ലാവരും കൂടി വേറെ ഗിഫ്റ്റ്സ് വാങ്ങിയിട്ടുണ്ട്. ആൻഡ് ഐ തോട്ട് ഫ്രം മൈ സൈഡ് ഐ ഗിഫ്റ്റ് ഹർ സംതിങ് സ്പെഷ്യൽ. അപ്പോൾ ഇത് മാക്കിൻ്റെ ഒരു ലിപ്സ്റ്റിക് ആണ്. ഇതിൻ്റെ ഷെയ്ഡ് ക്രീം മിനിയോ കോഫി എന്ന് പറയുന്ന ഷെയ്ഡാണ്. ഭയങ്കര ഭംഗിയുള്ള ഷെയ്ഡാണ്. ഞാനിത് ആക്ച്വലി ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു സ്റ്റോറി പോയപ്പോൾ. ഇറ്റ് വാസ് ഗുഡ് ഓൺ മീ. പക്ഷേ ഇറ്റ് വാസ് നോട്ട് ലൈക്ക് സംതിങ് ദാറ്റ് ഐ പിക്ചേർഡ് ഇൻ മൈ ഹെഡ്. അത്രയ്ക്കൊരു ഭംഗി എനിക്ക് വന്നില്ല. പക്ഷേ സ്വാതിൻ്റെ സ്കിൻ ടോൺ ഈസ് ലൈറ്റർ ദാൻ മൈ ഷെയ്ഡ്. അപ്പം അവൾക്ക് ഭയങ്കര ഭംഗിയായിരിക്കും എന്തായാലും ഇത്. ആൻഡ് ഓൾസോ അവൾക്ക് ന്യൂഡ് ലിപ്സ്റ്റിക്സ് നല്ല ഇഷ്ടമാണ്. ഇതൊരു എന്താ പറയുന്നത്, ഒരു ഗ്ലോസി അല്ല, അവരുടെ ഒരു ലസ്ട്രസ് ആ ഒരു സെഗ്മെന്റ് ഇല്ലേ, അതിൻ്റെ അകത്തുള്ളായിരുന്നു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. സോ ഐ എം ജസ്റ്റ് എക്സൈറ്റഡ് ടു ഗിഫ്റ്റ് ദിസ് ടു ഹർ. ഇപ്പോൾ അവൾ ഓൾറെഡി അറിഞ്ഞിട്ടുണ്ടാകും, സ്വാതി ദിസ് ഇസ് ഫോർ യു. അപ്പോൾ ഞാൻ വെച്ച് ഇതിൽ കാണിക്കാമല്ലോ, ബിക്കോസ് ഇപ്പോൾ ഇതിന് ഓഫർ ഉണ്ട്. സോ ഇഫ് സം ഓഫ് യു വോണ്ട്സ് ടു ബൈ. സോ അതാണ് എൻ്റെ ഒരു സ്കിൻ കെയർ വീഡിയോ. ആൻഡ് വൺ മോർ ടൈം ഞാൻ പറയണത്, ഇതൊന്നും ഞാൻ വാങ്ങിയിട്ടില്ല, ഫസ്റ്റ് ടൈമാണ്. സോ ദിസ് ഇസ് നോട്ട് ലൈക്ക് എ റിവ്യൂ വീഡിയോ ഓർ എനിത്തിങ്. അപ്പോൾ ഇഫ് യു വോണ്ട് ടു ട്രൈ എനി ഓഫ് ദിസ്, അല്ലെങ്കിൽ ഇപ്പോൾ ഓൾറെഡി നിങ്ങൾ ചിലപ്പോൾ ചില ആൾക്കാർ യൂസ് ചെയ്യുന്ന സാധനങ്ങളായിരിക്കും, ബട്ട് ഇപ്പോൾ സെയിൽ ഉള്ളതുകൊണ്ട് ഇഫ് യു വോണ്ട് ടു ബൈ എനി ഓഫ് ദീസ് തിങ്സ്, ഞാൻ ഇതിൻ്റെ എല്ലാത്തിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഡു ചെക്ക് ദം ഔട്ട്. സോ അപ്പം ഇത് കഴിഞ്ഞു, ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. സോ ഇഫ് യു ലൈക്ക് മൈ വീഡിയോ, ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. So see you in my next video. Bye bye.